ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് കരതൊട്ടു. ശനിയാഴ്ച വൈകിട്ട് 5:30-ഓടെയാണ് ചുഴലിക്കാറ്റ് പുതുച്ചേരിയിൽ കരതൊട്ടത്. നിലവിൽ ചെന്നൈയിലും തമിഴ്നാട്ടിലെ കിഴക്കൻ തീരദേശ ജില്ലകളിലും കനത്ത മഴയാണ് പെയ്യുന്നത്. തീരപ്രദേശങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാണ്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചു. കനത്ത മഴയിൽ ചെന്നൈയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ചെന്നൈയിൽ റോഡ്, ട്രെയിൻ ഗതാഗതം പലയിടത്തും തടസ്സപ്പെട്ടു. ചെന്നൈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചതായി അധികൃതർ അറിയിച്ചു. 100-ലേറെ വിമാന സർവീസുകൾ റദ്ദാക്കി. 19 സർവീസുകൾ വഴിതിരിച്ചുവിട്ടു. ചെന്നൈയിൽ ഷോക്കേറ്റ് അതിഥി തൊഴിലാളി ഉൾപ്പെടെ 2 പേർ മരിച്ചു. അടുത്ത 48 മണിക്കൂറിൽ കനത്ത മഴയുണ്ടായേക്കുമെന്നും കരുതിയിരിക്കണമെന്നും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഏത് ഗുരുതര സാഹചര്യത്തെ നേരിടാൻ സർക്കാർ തയ്യാറാണെന്നും സ്റ്റാലിൻ പറഞ്ഞു. ചെന്നൈ, തിരുവള്ളൂർ, ചെങ്കൽപ്പേട്ട്, കാഞ്ചീപുരം, വില്ലുപുരം, കള്ളക്കുറിച്ചി, കടലൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റാണിപ്പേട്ട്, തിരുവണ്ണാമലൈ, വെല്ലൂർ, പെരുമ്പള്ളൂർ, അരിയല്ലൂർ, തഞ്ചാവൂർ, തിരുവാരൂർ, മയിലാടുംതുറൈ, നാഗപട്ടണം, കാരയ്ക്കൽ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളത്തിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കനത്ത മഴ ലഭിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. തെക്കൻ ആന്ധ്രാപ്രദേശങ്ങളിലും മഴ ശക്തമാവുകയാണ്. തെക്കൻ ആന്ധ്രയുടെ തീരദേശ മേഖലയിലും റായലസീമ മേഖലയിലുമാണ് മഴ നിലവിൽ ശക്തമായി ലഭിക്കുന്നത്. നെല്ലൂർ, കടപ്പ, അന്നമയ്യ, തിരുപ്പതി, ചിറ്റൂർ ജില്ലകളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിലും കാറ്റ് വീശുന്നു. തിരുപ്പതിയിൽ കനത്ത മഴയാണ് നിലവിൽ പെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.